നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത്. കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച. ഭർത്താവുമായുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കം, പിന്നീടത് വളർന്നു കത്തുന്നത് പല വിധത്തിൽ. ഭർത്താവും ഭാര്യയ്ക്കുമിടയിൽ മറ്റു ചിലർ കടന്നുകൂടുന്നതാണ് മിക്കവാറും പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോഴിതാ ചാവക്കാട് നടന്ന ഒരു പീഡനം മാത്രമല്ല, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 61 ലക്ഷം രൂപയാണ് ഒരു മന്ത്രവാദി അടിച്ചെടുത്തത്. ഭർത്താവുമായുള്ള പിണക്കം മാറ്റാൻ ഒരു മന്ത്രവാദി ഒപ്പം കൂടുന്നു. മന്ത്രവാദത്തിലൂടെ ഭർത്താവിനെ നേരെയാക്കാം എന്ന് യുവതിക്ക് ഉറപ്പ് നൽകുന്നു. സംഗതി ഒരു ചെറിയ പിണക്കം മാത്രമേ ഉള്ളൂ ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മന്ത്രവാദിയെയും അയാളുടെ സഹായിയെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങളുടെ ചുരുൾ നിവരുന്നത്. മലപ്പുറം മറാഞ്ചേരി മാരാമുറ്റം കാണാക്കോട്ടയിൽ വീട്ടിൽ താജുദ്ദീൻ എന്ന 46-കാരനാണ് ഈ മന്ത്രവാദി. ഇയാളുടെ സഹായി വടക്കേക്കാട് നായരങ്ങാടി കല്ലൂർ മലയങ്കളത്തിൽ വീട്ടിൽ ഷക്കീർ എന്ന 37-കാരൻ. ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു യുവതി. ഒരു മന്ത്രവാദിയുടെ ശിഷ്യനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഷക്കീർ യുവതിയുടെ വീട്ടിലെത്തിയത്. തുടർന്ന് യുവതിയോട് ഭർത്താവുമായുള്ള പിണക്കം മാറ്റാൻ മന്ത്രവാദം നല്ലതാണ് എന്നുപദേശിച്ചു. മന്ത്രവാദത്തെക്കുറിച്ചുള്ള ബ്രീഫിങ്ങും ചെറുപൂജകളുമൊക്കെ തുടങ്ങി. ഭർത്താവുമായുള്ള പിണക്കം, മറുവശത്ത് മന്ത്രവാദം. യുവതിക്ക് വല്ലാത്ത തലവേദനയാണ് എന്ന് പറഞ്ഞ് കുനിഞ്ഞിരുന്ന യുവതിക്ക് തലവേദനയ്ക്കുള്ള ഒരു ഗുളിക നൽകുന്നു ഷക്കീർ. ഇതോടെ യുവതിയുടെ ബോധം മറഞ്ഞു. തുടർന്ന് ഷക്കീർ യുവതിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി. തുടർന്നാണ് കൊടും പീഡനങ്ങളുടെ കഥ ആരംഭിക്കുന്നത്. ഈ ചിത്രങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാരെ കാണിക്കുമെന്ന് പറഞ്ഞ് ഷക്കീർ ഭയപ്പെടുത്തി. തുടർന്ന് ഇയാൾ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. പിന്നീട് യുവതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് സാക്ഷാൽ മന്ത്രവാദി അവതരിക്കുന്നത്. യുവതിയുടെ പല ചിന്തകളും പ്രേതബാധയുടെ ഭാഗമാണ് എന്നിയാൾ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പ്രേതബാധ മാറ്റാനുള്ള മരുന്നുകൾ തുടർന്ന് മന്ത്രവാദി യുവതിക്ക് നൽകുന്നു. ഇക്കുറി ഇത്തരം കുതന്ത്രങ്ങളുമായി ഇറങ്ങിയത് താജുദ്ദീൻ എന്ന മുഖ്യ മന്ത്രവാദി. പ്രേതബാധയ്ക്കുള്ള മരുന്ന് ഉള്ളിൽ ചെന്നതോടെ യുവതി അബോധാവസ്ഥയിലായി. തുടർന്ന് താജുദ്ദീനും യുവതിയെ പീഡിപ്പിച്ചു. ഇക്കുറി വെറും ചിത്രങ്ങളായിരുന്നില്ല താജുദ്ദീൻ പകർത്തിയത്. യുവതിയുടെ നഗ്ന വീഡിയോകൾ ഇയാൾ പകർത്തിയെടുത്തു. തുടർന്ന് യുവതിയെ പല ദിവസങ്ങളിലായി പീഡിപ്പിച്ചു. താജുദ്ദീനും സഹായി ഷക്കീറും ചേർന്ന് യുവതിയിൽ നിന്ന് 61 ലക്ഷം രൂപ തട്ടിയെടുത്തു. വീണ്ടും പണവും ലൈംഗിക ആവശ്യങ്ങളുമായി ഇരുവരും യുവതിയെ സമീപിച്ചു. ഇതോടെ ആകെ അർഭസങ്കടത്തിലായ യുവതി കാര്യങ്ങൾ വീട്ടുകാരോട് തുറന്നു പറഞ്ഞു. തുടർന്ന് ഗത്യന്തരമില്ലാതെ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ യുവതി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പോലീസിന് ബോധ്യമായി. തുടർന്നാണ് ഈ മന്ത്രവാദിയെയും സഹായിയെയും കസ്റ്റഡിയിലെടുത്തത്. ഈ മന്ത്രവാദി സഖ്യം ഇതിനു മുമ്പും പല യുവതികളെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നു. മാനഹാനി ഭയന്ന് പലരും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നില്ല. ചിലരൊക്കെ വീടുകളിൽ തന്നെ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. ചാവക്കാട് ഒരു യുവതിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു ദുരന്തമല്ലിത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം മന്ത്രവാദികൾ തലപൊക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഡോക്ടർ അഷ്റഫ് എന്ന് പറഞ്ഞൊരു ബിരുദന്റെ കഥകൾ നമ്മൾ കേട്ടിരുന്നു. ഹിമാലയത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സിദ്ധി തനിക്ക് ലഭിച്ചുവെന്നും മനുഷ്യന്റെ മൂന്നാം കണ്ണ് തുറപ്പിക്കാനുള്ള അത്ഭുത വിദ്യ തൻ്റെ കയ്യിലുണ്ട് എന്നുമാണ് ഇയാൾ പ്രചരിപ്പിച്ചത്. ഇയാളുടെ വലയിലകപ്പെട്ടത് നിരവധി പേർ. ഏകദേശം 12 കോടിയോളം രൂപ ഡോക്ടർ അഷ്റഫ് എന്ന ഹിമാലയൻ മാസ്റ്റർ ഇതിനകം തന്നെ തട്ടിയെടുത്തുവെന്നാണ് പോലീസിന് കിട്ടിയ പരാതി. ഒന്നുകിൽ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുതന്ത്രങ്ങളുമായി ഇത്തരം തട്ടിപ്പുകൾക്കിറങ്ങിയ ഒരുപാട് ആളുകളുണ്ട് നമ്മൾക്കിടയിൽ. മിക്കവാറും ഇത്തരം തട്ടിപ്പുകാരുടെ ഇരകളായി തീരുന്നത് കുടുംബ ബന്ധങ്ങളിൽ പാകപ്പിഴകൾ സംഭവിക്കുന്ന സ്ത്രീകൾ തന്നെ. ഭർത്താവിന്റെ പിണക്കം മാറ്റാൻ മന്ത്രവാദിയെ തേടിപ്പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ നന്നാക്കാൻ ആരുടെയെങ്കിലുമൊക്കെ ദുർമന്ത്രവാദ മരുന്നുകൾ തേടിപ്പോകുന്നവർ. എന്നാൽ ഇതേ സ്ത്രീകൾ മനസ്സിലാക്കാത്ത ചില വസ്തുതകളുണ്ട്. ഭർത്താവിനെ അടുത്തു വിളിച്ച് ഈഗോയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുറന്നു സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലതും. പ്രശ്നം പരിഹരിക്കാൻ എത്തുന്നവരുടെ ഉള്ളിലിരിപ്പ് വേറെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമൊന്നും ഈ മരയുള്ളകൾക്കില്ല. അവർ ഇരകളായി മാറുകയാണ്, ഇരകളായി ചെന്ന് വീഴുകയാണ്. ദുർമന്ത്രവാദികൾ മാത്രമല്ല, ചില കൗൺസിലർമാരും പാസ്റ്റർമാരുമൊക്കെ ഇത്തരം കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ മുതലാക്കുന്നുണ്ട്. ചിലർ മന്ത്രവാദം എന്ന പേരിൽ, മറ്റു ചിലർ പ്രാർത്ഥന എന്ന പേരിൽ. പ്രാർത്ഥനയ്ക്കായി വീടുകളിലെത്തുന്ന പാസ്റ്റർമാരിൽ ചിലരുണ്ട്. അവരുടെ ലക്ഷ്യം സ്ത്രീകൾ തന്നെ. ഇരകളാക്കപ്പെട്ടവർ ഒട്ടനവധി. ഭർത്താവുമായി എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങൾ വന്നാൽ
ഈ പ്രശ്നങ്ങൾ മറ്റു സുഹൃത്തുക്കളോട് ആദ്യമൊരുപക്ഷെ സ്ത്രീകളോടൊക്കെ ആവാം ചില സ്ത്രീകൾ തുറന്നു സംസാരിക്കുന്നു. ആ സ്ത്രീകളുടെ ഉപദേശപ്രകാരം ചില മധ്യസ്ഥന്മാർ രംഗത്തവതരിക്കുന്നു. അവരുടെ വാഗ്ദാനം വേറെയാണ്. ഭർത്താവുമായുള്ള പിണക്കം അത് ഞങ്ങൾ എളുപ്പത്തിൽ മാറ്റിത്തരാം. അതിനവർ നിർദ്ദേശിക്കുന്നത് പലവിധ മാർഗങ്ങളാവും. ചിലർ കൗൺസിലിംഗ്, ചിലർ ദുർമന്ത്രവാദം, മറ്റു ചിലർ പ്രാർത്ഥന. പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. എന്നാൽ പ്രാർത്ഥനയുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൗൺസിലിങ്ങും നല്ലതൊക്കെയാണ്. പക്ഷേ അതൊക്കെ അംഗീകൃത വ്യവസ്ഥയിൽ ആയിരിക്കുന്നതാണ് നല്ലത്. കൗൺസിലിംഗ് എന്ന പേരിൽ ചിലർ വീടുകളിലെത്തി സ്ത്രീകളെ ഇരകളാക്കുന്നുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇത്തരം തട്ടിപ്പുകാരുടെ കെണിയിൽപ്പെട്ടാൽ ആദ്യമൊന്നും സ്ത്രീകൾ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. കൗൺസിലിങ്ങിനെത്തുന്ന ബിരുദന്മാർ ഭർത്താവിനേക്കാൾ മനോഹരമായി സംസാരിക്കും. നല്ല നല്ല സ്വപ്ന വാഗ്ദാനങ്ങൾ നൽകും. തൻ്റെ ഭർത്താവ് കിഴങ്ങിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ കൗൺസിലർ എന്നുപോലും സ്ത്രീകൾക്ക് തോന്നിപ്പോകും. ഒരു ദുർബല നിമിഷത്തിൽ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാവാം അവരുടെ കെണിയിലകപ്പെടുന്നത്. അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന പേരിൽ മറ്റെന്തെങ്കിലും തട്ടിപ്പുകളിലൂടെ. മാനഹാനി ഭയന്ന് ഇതൊന്നും പിന്നീട് പുറത്തു പറയാൻ പോലും യുവതികൾ തയ്യാറാകുന്നില്ല. പിന്നീട് ഭർത്താവിനെ അടുത്ത് കിട്ടിയാലും സൗന്ദര്യ പ്രശ്നങ്ങൾ പരിഹരിച്ചാലും ഇതൊക്കെ ജീവിതത്തിലെ വലിയ കല്ലുകടിയായി തീരും. നമുക്ക് ചുറ്റുമുള്ള ഇത്തരം വേട്ടകൾ തിരിച്ചറിയാനുള്ള കരുത്തു തന്നെയാണ് ഓരോ കുടുംബ ബന്ധങ്ങളിലും വേണ്ടത്. പരസ്പരം എല്ലാം തുറന്നു പറയുകയും ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുകയും ചെയ്താൽ അവനവന് കൊള്ളാം. ചാവക്കാട് യുവതിക്ക് സംഭവിച്ചതും സമാനമായ സാഹചര്യമാണ്. ഭർത്താവുമായുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കം തീർക്കാൻ ഒരു ദുർമന്ത്രവാദിയെ സമീപിക്കുന്നു. ദുർമന്ത്രവാദിയും അയാളുടെ സഹായിയും ചേർന്ന് മന്ത്രവാദമായിരുന്നില്ല അവിടെ നടത്തിയത്. അയാളുടെ ഇരയാക്കി ഈ യുവതിയെ. പണമടക്കം അടിച്ചുമാറ്റി. എന്നിട്ടിപ്പോൾ ബാക്കിയായത് കുറേ നഗ്ന വീഡിയോയും ചിത്രങ്ങളുമൊക്കെ. ജീവിതകാലം മുഴുവൻ നരകിക്കുക, അത് മാത്രമായിരിക്കും ഇത്തരം യുവതികളുടെ വിധി. ഇവിടെ പോലീസിന് മുന്നിൽ പരാതി നൽകാനും നിയമത്തിന് മുന്നിൽ ഈ പ്രശ്നം എത്തിക്കാനും സാധിച്ചു എന്നത് മാത്രമാണ് യുവതിയുടെ വിജയം. സമൂഹത്തിൽ ഇത്തരം ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പ്രണയത്തിലകപ്പെടുന്ന യുവതിയും യുവാക്കളും അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളെയും ഒക്കെ വശീകരിച്ചെടുക്കാൻ മറ്റു ചില വിദഗ്ധ സംഘങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കണോ? അതിനുള്ള ഒരു പ്രത്യേക സിദ്ധിയുള്ള പൊടി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അത് മാർക്കറ്റ് ചെയ്യുന്ന ചില ബിരുദന്മാർ ഈ കൊല്ലം മേഖലയിലുണ്ട്. ഈ പൊടി ഏതെങ്കിലും ഒരു ജ്യൂസിൽ കലക്കി പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് കൊടുത്താൽ മതി. അവർ നിങ്ങളിൽ ആകൃഷ്ടയാകുമെന്നൊക്കെയാണ് അവരുടെ വാഗ്ദാനം. പൊടിക്ക് വൻതുക കരസ്ഥമാക്കുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു പൊടി നൽകി 10,000-5,000 രൂപ തട്ടിയെടുക്കാനുള്ള ഒരു മാർഗം. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മലയാളികൾ ഇത്തരം തട്ടിപ്പുകളിൽ വീണ്ടും വീണ്ടും ചെന്നകപ്പെടുന്നു. അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്തു പറയാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.